നമ്മൾ ഡീലിങ്ങിൻ്റെ ഈ DIR825 എന്ന ഈ ഒരു ഡുവൽ ബാൻഡ് മോഡം കോൺഫിഗറേഷൻ, അതായത് വയർലെസ് ആയിട്ട് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു അഡാപ്റ്റർ നമ്മൾ പ്ലഗ് ചെയ്യുക, അതായത് ബോക്സ് അൺബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അഡാപ്റ്റർ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷൻ വരും, അതായത് ഒരു 3 ലൈറ്റ് വൈറ്റും ഒരു ലൈറ്റ് ഓറഞ്ചായിട്ടും കാണിക്കും. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേഷൻ വന്ന് ആയി കഴിയുമ്പോൾ കുറച്ച്, അതായത് ഓൺ ചെയ്ത് അപ്പം തന്നെ നമ്മൾ നോക്കരുത്, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. സോ നമ്മൾ ആ ഒരു ഇൻഡിക്കേഷൻ ആയതിനു ശേഷം നമ്മുടെ മൊബൈൽ എടുക്കുക, അതായത് നമ്മുടെ സെറ്റിങ്സിൽ പോവാം, വൈഫൈ സെറ്റിങ്സിൽ പോവാം. വൈഫൈയുടെ അവിടെ ഞെക്കി പിടിച്ചാൽ വൈഫൈ സെറ്റിങ്സിൽ പോവാം, ഇല്ലെങ്കിൽ സെറ്റിങ്സ് വഴിയും നമുക്ക് വൈഫൈ സെറ്റിങ്സിൽ കയറാം. സോ അതിനകത്ത് ഈ ഒരു DIR825 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. അതായത് ഈ മോഡത്തിൻ്റെ, ഈ കാണുന്ന മോഡത്തിൻ്റെ വൈഫൈ ആണ് ഈ കാണിക്കുന്ന DIR825. 825ഉം 825G എന്ന് പറഞ്ഞ 2 വൈഫൈ ഉണ്ടാവും. സോ നമുക്ക് അതിനകത്ത് ഒരു വൈഫൈയിൽ ഇതിനെ കണക്ട് ചെയ്യണം. അതായത് ഈ മോഡത്തിന് ആദ്യം നമ്മൾ ഈ ഒരു മൊബൈലിൽ, അതായത് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മൊബൈലിൽ കണക്ട് ചെയ്യണം. അപ്പോൾ 825 തന്നെ കണക്ട് ചെയ്യാം. 825ൽ കണക്ട് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമുക്ക് ഇതേ മോഡത്തിൻ്റെ തന്നെ ബാക്ക് വശത്ത്, അതായത് നമുക്ക് കാണാം അതിൻ്റെ ബാക്ക് വശത്ത് ഇതിൻ്റെ പാസ്വേഡ് ഉണ്ടാവും. അതായത് ഈ കാണുന്ന മോഡത്തിൻ്റെ ബാക്ക് വശത്തായിട്ട് വൈഫൈ പാസ്വേഡ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം വൈഫൈ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. സോ ഒരു വൈഫൈ പാസ്വേഡ് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് 64728698 അങ്ങനെയാണ് പാസ്വേഡ് കൊടുത്തേക്കുന്നത്. സോ ഒരു പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കണക്റ്റഡ് എന്ന് കാണിക്കും. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ വൈഫൈ കണക്റ്റായി. ഈ DIR825ൽ ഇതിൻ്റെ വൈഫൈ, അതായത് ഈ കാണുന്ന ഈ ഒരു മോഡത്തിൻ്റെ വൈഫൈ കണക്റ്റായി. പക്ഷേ ഇത് കോൺഫിഗറേഷൻ ആയിട്ടില്ല, ജസ്റ്റ് നമ്മളത് കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ഇതിൻ്റെ വൈഫൈ നമുക്ക് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കത് കോൺഫിഗറേഷൻ ചെയ്യണം. കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ ഒരു 3 ഡോട്ടിൽ, എല്ലാവർക്കും അറിയാൻ പറ്റും, 3 ഡോട്ടിലായിട്ട് ന്യൂ ഇൻകാഗ്നേറ്റോ ടാബ്, അവിടെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. നോർമൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നതിലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ ആ ഇൻകാഗ്നേറ്റോ ടാബ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു അഡ്രസ് ബാർ കാണും. ഈ അഡ്രസ് ബാറിൽ വേണം നമ്മൾ ഈ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ഈ മോഡത്തിന്, ഈ ഒരു റൂട്ടറിൻ്റെ ആ ഒരു IP, അതായത് ഇതിൻ്റെ ഒരു ഗേറ്റ് വേ IP ഉണ്ട്, ആ IP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ ഗേറ്റ് വേ IP വന്നത്, അതായത് അഡ്രസ് ബാറിൽ വേണം നമ്മളത് ടൈപ്പ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഗേറ്റ് വേ IP 192.168.1. ഇതാണ് ഇതിൻ്റെ IP വരുന്നത്. സോ ഈ ഗേറ്റ് വേ IP വരുന്നത്, ഈ ഗേറ്റ് വേ IP വേണം നമ്മളിവിടെ എൻ്റർ ചെയ്യാനായിട്ട്. അത് ഫുള്ളായിട്ട് എൻ്റർ ചെയ്യുക. കുറച്ച് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ഓപ്ഷൻസ് വരും സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കരുത്, ഫുള്ളായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഗോ കൊടുക്കുക, അതായത് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മോഡത്തിൻ്റെ ഈ ഒരു റൗട്ടറിൻ്റെ ഈ ഒരു റൗട്ടർ പേജ് ഇവിടെ ഓപ്പൺ ആവും. അതായത് ഡീലിങ്കിൻ്റെ റൗട്ടറാണ്. സോ ഒരു ഡീലിങ്കിൻ്റെ റൗട്ടർ പേജ് ഓപ്പൺ ആയി. സോ അവിടെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഏത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് മതിയെന്ന് ചോദിക്കും. എസ് കൊടുക്കുക. എസ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു കണ്ടിന്യൂ ചോദിക്കും. അതിനകത്ത് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസ് മോഡ് ചോദിക്കും. ഡിവൈസ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈസി മെഷ് എന്ന് പറഞ്ഞ ഈ മോഡ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഈസി മെഷ് മോഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തും ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിനകത്ത് ഈ വർക്ക് മോഡ്, അതായത് ഡിവൈസ് മോഡിൻ്റെ ഈ വർക്ക് മോഡ് നമ്മൾ ഈ WISP റിപ്പീറ്റർ, ഈ മോഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് വർക്ക് മോഡിൽ ഈ WISP റിപ്പീറ്റർ എന്നുള്ള മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തോട്ട് വരിക. താഴത്തോട്ട് വന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ 5G hours എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ് വരും. അതിനകത്ത് നമുക്ക് വേണ്ടത് ഈ ഒരു വയർലെസ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വയർലെസ് ഏതാണോ ആ നെറ്റ്വർക്കുകളെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ ഈ റൗട്ടറിനെ നമ്മുടെ വീട്ടിലുള്ള മെയിൻ മോഡമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അതായത് മെയിൻ റൗട്ടർ ഏതാണോ, ONT ആണെങ്കിൽ ONT, അതായത് റൗട്ടർ ഏതാണോ അതിനകത്തോട്ടാണ് നമ്മളിത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു വൈഫൈ ഏതാണെന്ന് വെച്ചാൽ അതിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർമലി നമ്മൾ ഈ റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യാൻ നേരത്ത്, വയർലെസ് ആയിട്ട് റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യാൻ നേരത്ത് അധികം അകലേക്ക് വയ്ക്കാതിരിക്കുക. അതായത് മറ്റേ മെയിൻ മോഡത്തിൻ്റെ കഴിയുന്നതും അടുത്ത് വെച്ചിട്ട് കോൺഫിഗറേഷൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു റൗട്ടറിൻ്റെ, അതായത് മെയിൻ റൗട്ടറിൻ്റെ
മെയിൻ മോഡത്തിൻ്റെ ആ ഒരു റേഞ്ച് കപ്പാസിറ്റി എത്തുന്നിടത്ത് തന്നെ, അതായത് 2 ഘട്ടമെങ്കിലും വരുന്നിടത്ത് തന്നെ, 2 3 ഘട്ടം വരുന്നിടത്ത് വേണം ഈ ഒരു റൗട്ടർ നമ്മൾ പ്ലഗ് ചെയ്ത് വയ്ക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ഈ ഒരു മെയിൻ മോഡത്തിൻ്റെ കണക്ഷൻ പിടിച്ചിട്ട് അതിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ കാണാം, ഈ കാണുന്നതെല്ലാം ഈ ഒരു ചുറ്റുപാടത്തുള്ള വൈഫൈയുടെ സിഗ്നൽസ്, വൈഫൈയുടെ റേഞ്ചാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് നെറ്റ്ലിങ്കാണ്, അതായത് നെറ്റ്ലിങ്കാണ് നമ്മുടെ മോഡം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂട്ടറിനെ വയർലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു നെറ്റ്ലിങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളുടെ ഏതാണോ മോഡത്തിൻ്റെ പേര് കാണിക്കുന്നത്, നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ പേര് കാണിക്കുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഈ ഒരു പേജിൽ ഒരു പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഡത്തിൻ്റെ പാസ്വേഡ്, അതായത് ഈ ഒരു റൂട്ടറിൻ്റെ ഡാമോടെ പാസ്വേഡ് അല്ല, നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ പാസ്വേഡാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ പാസ്വേഡാണ് ചോദിച്ചേക്കുന്നത്. ആ മെയിൻ മോഡത്തിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ടൈപ്പ് ചെയ്താന്ന് ചോദിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു IPv4 സെലക്ട് ചെയ്ത് കൊടുക്കുക. IPv4 സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വരും. അതായത് ഇതൊരു ഡുവൽ ബാൻഡ് ആയതുകൊണ്ട് തന്നെ 2.4 5 GHz രണ്ടായിട്ട് തന്നെ അതിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ 2.4ൻ്റെ ആ ഒരു ഓപ്ഷൻസ് അവർ സജസ്റ്റ് ചെയ്തേക്കാണ്. അതായത് നെറ്റ്ലിങ്കിൻ മോഡ് ആയതുകൊണ്ട് തന്നെ അവർ ആ പേരിൻ്റെ ഒപ്പം തന്നെ ഒരു EXT എന്നിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആ പേര് മാറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു EXT തന്നെ ചെയ്യാം. ഞാനിപ്പോൾ EXT അതേ പേര് തന്നെയാണ് ചെയ്യുന്നത്. പാസ്വേഡും അതുപോലെ തന്നെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു റൗട്ടറിന് വേണ്ട പാസ്വേഡ് നമ്മുടെ മറ്റേ മോഡത്തിൻ്റെ സെയിം പാസ്വേഡ് അല്ല വേണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ 5 GHz, അതായത് ഇതിൻ്റെ ഈ റൂട്ടറിൻ്റെ തന്നെ 5 GHz ചോദിക്കുന്നത്. സോ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ EXT എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ പേര് തന്നെയാണ് വെക്കുന്നത്. പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, നിലവിൽ ചേഞ്ച് ചെയ്യുന്നില്ല, അതേ പാസ്വേഡ് തന്നെ, അതായത് നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ അതേ പാസ്വേഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വരും. അതായത് അവസാനം, അതായത് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു റൂട്ടർ കോൺഫിഗറേഷൻ ചെയ്യാൻ നേരത്ത് ഈ ഒരു പേജിലോട്ട്, ഈ 192.168.0 കയറാൻ നേരത്ത് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു പാസ്വേഡാണ്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് എന്ത് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു പാസ്വേഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1 to 8 വരെയുള്ള ഒരു പാസ്വേഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇഷ്ടമുള്ള പാസ്വേഡ് എന്ത് വേണമെങ്കിലും അതിവിടെ നമുക്ക് കൊടുക്കാം. ഒരു കണക്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കാം. അതൊരു 1 തുടങ്ങി 8 വരെ ആണ് ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തിപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു പാസ്വേഡിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ലെറ്റർ, അതായത് ലെറ്റേഴ്സ് മാത്രം പോരാ, അപ്പോൾ ഒരു @ കൂടി കൊടുത്തേക്കാം. പാസ്വേഡിൽ ഒരു ക്യാരക്ടറും വേണമെന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു @ എന്നൊരു ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട്. അതായത് 1 to 8 ഒരു @ എന്നൊരു ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട്. കൺഫർമേഷൻ ഐഡൻറ്റിക്കൽ മാച്ച് ആയിട്ടില്ലെന്നാണ് പറയുന്നത്. 1 to 3 ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. അതായത് 1 2 3 4 5 6 7 8 രണ്ടും ഒരേപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. 1 2 3 4 5 6 7 8 #. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു റൂട്ടറിന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു പാസ്വേഡ് കൊടുക്കുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളത് ഈ ഡീറ്റെയിൽ മൊത്തം കാണിക്കും. അതായത് നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ള ഡീറ്റെയിൽ മൊത്തം കാണിക്കും. അവിടെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് നേരം ഇങ്ങനെ അപ്ലൈയിങ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്ലൈയിങ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഒരു 4 ലൈറ്റും വൈറ്റ് കളറായി. അതായത് ഇതിപ്പോൾ അപ്പായി, അതിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞ് അപ്പായി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ വൈഫൈയുടെ സെറ്റിങ്സിൽ നോക്കുമ്പോൾ ഇത് കാണാം, നെറ്റ്ലിങ്ക് EXT എന്നുള്ള ആ ഒരു നെറ്റ്ലിങ്ക് EXT എന്ന് വന്നിട്ടുണ്ട്. നെറ്റ്ലിങ്ക് EXT 5G വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതിൽ വേണമെങ്കിലും നമുക്കത് കണക്ട് ചെയ്യാം. നമ്മുടെ സെയിം പാസ്വേഡ്, അതായത് ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന ഈ പാസ്വേഡാണ്, നമ്മുടെ സെയിം പാസ്വേഡ് വെച്ചിട്ട്, അതായത് നമ്മൾ അടിച്ചു കൊടുത്താൽ അതേ പാസ്വേഡ് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ ആ ഒരു 4 ലൈറ്റും ആഡ് ഉണ്ട്. അപ്പോൾ ഇത് വയർലെസ് ആയിട്ട് ഈ ഒരു DIR 825ൻ്റെ ഈ ഒരു മോഡം, ഈ ഒരു റൗട്ടർ കോൺഫിഗറേഷൻ സക്സസ്ഫുള്ളി ആഡ് ഉണ്ട്.